സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൊത്തപ്പള്ളിൽ. ഇന്ന് 2026 ജൂലൈ മാസം 29 ബുധനാഴ്ച. തലക്കെട്ടുകൾ നിങ്ങൾ പതിവ് പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ തലവാചകത്തിൽ കോൺട്ര എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചിലരെങ്കിലും ഒന്ന് ആലോചിച്ചിരിക്കാം. അവരുടെ സംശയ നിവാരണത്തിന് ഒരു വാക്ക്. കോൺട്ര എന്നുള്ളത് ഒരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ ഉത്ഭവം ഇംഗ്ലീഷിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു. ഇംഗ്ലീഷിലെ കോൺട്രറി അല്ലെങ്കിൽ കോൺട്രഡിക്ടറി എന്നുള്ള വാക്കുകളിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഈ വാക്ക് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം സാധാരണ രീതിയിൽ നിന്ന് വിഭിന്നമായി വിപരീത ദിശയിൽ സംഭവിച്ചൊരു കാര്യത്തെയാണ് ഇങ്ങനെ കോൺട്ര എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ തെളിഞ്ഞ ആകാശമായിരുന്നു, നല്ല ദിവസമാകുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു, പക്ഷെ സംഗതി കോൺട്രയായി. അതായത് മഴ വന്നു എന്നർത്ഥം. ആ കോൺട്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു വരുന്നേ ഉള്ളൂ. നേരെ വീഡിയോയിലേക്ക് തുടർന്ന് പ്രവേശിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ ധാരാളം പ്രാവശ്യം മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഗോഡ് ഈസ് ഒംനി പ്രസൻറ്റ്. അദ്ദേഹം സർവവ്യാപിയാണ്. ഗോഡ് ഈസ് ഒംനി പൊട്ടൻറ്റ്. അദ്ദേഹം സർവശക്തനാണ്. അദ്ദേഹം തൂണിലും തുരുമ്പിലും എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ 1975 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമയിൽ ശ്രീകുമാരൻ തമ്പി സാറ് രചിച്ച് ജി ദേവരാജൻ നൽകി KJ യേശുദാസ് പാടിയ ഒരു ഗാനം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും തട്ടിക്കളിക്കുന്നുണ്ടാകാം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് തുടങ്ങുന്ന പാട്ട്. അദ്ദേഹം എല്ലായിടത്തുമുണ്ട്. പിന്നെ നമുക്കറിയാം, തൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ എന്ന കുട്ടിയെ അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഹിരണ്യകശിപു എന്ന അസുരനും ക്രൂരനുമായ പിതാവ് നിഷ്ഠൂരമായി ദ്രോഹിച്ചപ്പോൾ അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിനെ വിളിക്കുകയും അദ്ദേഹം തൂണ് പിളർന്നു വന്ന് തൻ്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയുടെ രൂപം കൈക്കൊണ്ട് ഹിരണ്യകശിപുവിനെ നശിപ്പിക്കുകയും പ്രഹ്ലാദനെ രക്ഷിക്കുകയും ചെയ്ത കഥ നമുക്ക് ഓർമ്മയുണ്ട്. തൂണ് പിളർന്നും അദ്ദേഹം വരാം, എല്ലായിടത്തും ഉണ്ട് എന്ന അർത്ഥം. പക്ഷെ ഈയിടെ ഞാനൊരു ദേവാലയത്തിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ അവിടെ മതിലിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വാചകം എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. അതിങ്ങനെയായിരുന്നു: ഗോഡ് കനോട്ട് ബി പ്രസൻറ്റ് എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ് എന്ന്. ഗോഡ് കനോട്ട് ബി പ്രസൻറ്റ് എവരിവെയർ, സോ ഹി ക്രിയേറ്റഡ് മദേഴ്സ് എന്ന്. അതായത് ദൈവത്തിന് എല്ലായിടത്തും ഉണ്ടാകാൻ പറ്റില്ല എന്നൊന്നും അർത്ഥമൊന്നുമില്ല അതിന്. അമ്മ എന്ന ആ കോൺസെപ്റ്റിന്, അമ്മ എന്നുള്ള ആ വിശ്വാസത്തിന്, അമ്മ എന്നുള്ള സ്ഥാനത്തിന്, അമ്മ എന്നുള്ള വ്യക്തിക്ക് ഒരു ഊന്നൽ നൽകി, ഒരു പ്രാധാന്യം നൽകി എന്നേ ആ വാക്കുകളുടെ അർത്ഥമാക്കുന്നുള്ളൂ. അതിനൊരെതിരെ അർത്ഥം ആരും എങ്ങും കാണേണ്ടതില്ല എന്ന് ഏറെ സന്ദർഭവശാൽ പറയുന്നു. അത്രമാത്രം. നാടക ആചാര്യനായിരുന്ന NN പിള്ള തൻ്റെ കരിയറിൻ്റെ അവസാനം എഴുതിയ നാടകമാണ് ഗർഭപാത്രത്തിൻ്റെ വില എന്ന ഒരു നാടകം. 1995 ബാംഗ്ലൂരിൽ ആ നാടകം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ വെച്ച് കൊഴിഞ്ഞു വീണ് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ കഥ, ആ നാടകത്തിൽ ഞാൻ കണ്ടിട്ടുള്ള നാടകമാണ്, 2 തവണ കണ്ടിട്ടുണ്ട്. ആ നാടകത്തിൽ ഒരു കഥാപാത്രം, അതിലൊരു അമ്മയുണ്ട്. ആ അമ്മ നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മയിൽ നിന്ന് തികച്ചും ഭിന്നയാണ്. അവർ മക്കളെ തമ്മിൽ തല്ലുപിടിപ്പിക്കുന്നു, മക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, മക്കൾക്ക് എന്തോരം ദ്രോഹം ചെയ്യാമോ അത്രയും ദ്രോഹം ചെയ്യുന്നു. അങ്ങനെ ഒരു അമ്മയെയാണ് അതിൽ നായികയായിട്ട്, കേന്ദ്ര കഥാപാത്രമായിട്ട് NN പിള്ള വിഭാവനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കസിനായ ഓമനയാണ്, പ്രസിദ്ധ നടിയായ ഓമനയാണ് ആ റോൾ അഭിനയിച്ചത്. അപ്പോൾ നമ്മൾ ആധുനിക കാലത്ത് കണ്ടിട്ടില്ലേ, അമ്മ പിഞ്ചു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു, അമ്മ കുഞ്ഞിനെ കെട്ടിലെറിഞ്ഞു കൊന്നു, പ്രസവിച്ച ഉടനെ കുഴിച്ചിട്ടു എന്നൊക്കെ കേട്ടൂല്ലേ. അങ്ങനെ ഇതിനൊരു ഒരു 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 എതിർദിശ ഉണ്ട്. എല്ലായിടത്തും എക്സെപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഉണ്ട് സമൂഹത്തിൽ എന്ന് കാണിക്കുന്നേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയല്ല. 99% അമ്മമാരും സർവോത്സാഹികളാണ്. എല്ലാം മാപ്പ് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അങ്ങനെ അമ്മയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഈ അമ്മയെപ്പറ്റി പറയാൻ കാര്യം, നമ്മുടെ താരസംഘടനയായ അമ്മയിൽ ഇന്ന് നടമാടുന്ന നാദനില കളരി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ നടന്നത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ വിശകലനം ചെയ്യാം, അതിലേക്കൊക്കെ കടക്കാം. സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ സമീപകാല അവസ്ഥ സംഗതി കോൺട്ര എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞപ്പോഴാണ് ചരിത്രപരമായ ഒരു തിരുത്തൽ എന്നോണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടി ശ്വേതാ മേനന്റെ നേതൃത്വത്തിൽ 8 വനിതാ പ്രതിനിധികൾ അടങ്ങുന്ന പുതിയ സമിതി അമ്മയുടെ തലപ്പത്തെത്തിയത്. വനിതകളുടെ കരുത്തിൻ്റെ അടയാള ചിത്രം കണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചതാണ്. എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വനിതാ ഭരണസമിതി സാമ്പത്തിക വർഗീയ ആരോപണങ്ങളിൽപ്പെട്ട് തകരുമ്പോൾ അത് മലയാള സിനിമാ മേഖലക്കൊപ്പം കേരള സമൂഹത്തിന് മുമ്പിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അവയ്ക്ക് ഉത്തരം കണ്ടുപിടിച്ചേ മതിയാവൂ. ജനറൽ ബോഡി യോഗത്തിൽ, അതായത് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ശ്വേതാ മേനൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി കൂട്ടരാജി പ്രഖ്യാപിക്കുമ്പോൾ അമ്മ വീണ്ടും വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും നീങ്ങുകയാണ്. ശ്വേത രാജിവെച്ച അമ്മയുടെ യോഗത്തിൽ വെച്ചാണ് ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം താൻ രാജിവെച്ചിട്ടില്ലെന്നും രാജിവെക്കുന്നില്ലെന്നും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാവൽ പ്രസിഡന്റായി തുടരുമെന്നുള്ള നിലപാടുമായി ശ്വേത രംഗത്തെത്തിയോടെ സംഗതി കൂടുതൽ സങ്കീർണമായി പോര് മുറുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയുടെ സാധുത ചോദ്യം ചെയ്ത് കോടതി കാര്യത്തെ സ്റ്റേ ചെയ്തതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കാണ് താരസംഘടന ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഡ്ഹോക് കമ്മിറ്റി സ്റ്റേ ചെയ്ത തീരുമാനത്തിനെതിരെ നിയമ പോരാട്ടത്തിന് പോകില്ലെന്ന് കൺവീനറായ രമേശ് പിഷാരടി പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഘടനയിലെ മറ്റു സംഘങ്ങളുടെ നിലപാട് അതാകില്ലെന്നാണ് സൂചന. ജനറൽ ബോഡിയിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെ താനും തൻ്റെ സമിതിയും രാജിവെക്കുന്നുവെന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ശ്വേതാ മേനൻ ഇറങ്ങിപ്പോയത്. സംഘടനയിലെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുമെന്ന് അവർ ഇതിനിടയിൽ പറഞ്ഞിരുന്നു. ആ നിലക്ക് സംഘടനയിൽ അംഗമല്ലാതായി തീർന്ന ഒരാൾ പിന്നീട് എങ്ങനെയാണ് പ്രസിഡന്റായി ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത്, ഇതിൽ കുറച്ച് ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അഡ്ഹോക് കമ്മിറ്റിക്ക് സ്റ്റേ വന്നെങ്കിലും ധാർമ്മികമായും നിയമപരമായും ശ്വേതയ്ക്ക് പ്രസിഡന്റായി തുടരാൻ സാധിക്കില്ലെന്ന് ആണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. പാവയായി എനിക്ക് ഈ സമിതിയിൽ ഇരിക്കാൻ, സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ശക്തമാണ്. ശ്വേതാ മേനന്റെ ആരോപണങ്ങൾ ഇങ്ങനെ പോകുന്നു. സംഘടനയ്ക്കുള്ളിൽ അദൃശ്യവും പുരുഷാധിപത്യ ചേരിതിരിവുകളും നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആരോപണവും ശ്വേതാ മേനന്റെ വാക്കുകളിൽ വ്യക്തമാണ്. മുൻകാല പ്രതിസന്ധികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സംഘടനയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും തങ്ങളെ പുറത്താക്കാൻ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നുമാണ് ശ്വേത ആരോപിക്കുന്നത്. നിസ്സാരമായി കാണാനാകില്ല ഇക്കാര്യങ്ങളൊന്നും. ഒരു കാലത്ത് നടൻ ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുതൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് ശേഷം ഉയർന്നു വന്ന പവർ ഗ്രൂപ്പ് വിവാദങ്ങൾ വരെ അമ്മയിലെ അധികാര കൈമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാനും പ്രമുഖ വ്യക്തികളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന ആരോപണത്തിൽ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സംഘടനയ്ക്കുള്ളിലെ ഭിന്നതകൾ പരസ്യമായി യുദ്ധത്തിലേക്ക് വഴിമാറിയത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ ഹസന്റെ രാജിയിലൂടെയാണ്. അവരുടെ രാജി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പലതിനും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ലെന്നാണ് എന്നുള്ളത് പ്രധാന കാര്യമാണ്. തനിക്ക് നേരെ ഭാരവാഹികൾ ചിലർ വ്യക്തിഹത്യയും വർഗീയ ചേരിതിരിവുകളും നടത്തിയെന്ന അൻസിബയുടെ വെളിപ്പെടുത്തൽ സിനിമാ മേഖലയിൽ വളരെ വലിയ ചർച്ചയായിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് വിവാദങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ സമിതിയിലെ ചിലർ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെന്നും അൻസിബ ആരോപിക്കുന്നു. ഇതിന് പിന്നാലെ ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമായെന്നാണ് സമീപകാല ദൃശ്യങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. സംഘടനയുടെ വാർഷിക യൂണിയൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് 60 ലക്ഷം രൂപ ചെലവഴിച്ചതിൻ്റെ കൃത്യമായ ഓഡിറ്റ് സംബന്ധിച്ച രേഖകൾ
ഓഡിറ്റ് സംബന്ധമായ രേഖകളോ കണക്കുകളോ റിപ്പോർട്ടോ ഒന്നും സമിതിക്ക് അവിടെ മേശപ്പുറത്ത് വെക്കാൻ സാധിച്ചില്ല. മുതിർന്ന അംഗങ്ങളുടെ ആരോപണങ്ങളും ഇതിന്മേലുള്ള അവരുടെ ആരോപണങ്ങളൊന്നും നിസ്സാരമായി നമുക്ക് കാണാനാവില്ല. കരാറുകൾ വിളിക്കുമ്പോൾ കൊട്ടേഷൻ നടപടികൾ ഒന്നും പാലിച്ചില്ല എന്ന മുൻ ജോയിന്റ് സെക്രട്ടറി കൂടിയ അൻസിബാസിൻ്റെ ആരോപണത്തിനും വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലും സംഘടനയിലെ ദൈനംദിന കാര്യങ്ങൾ തടസ്സപ്പെടരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനറൽ ബോഡി യോഗത്തിലെ വിവാദങ്ങൾക്ക് പിന്നാലെ അഡ്വോക് കമ്മിറ്റി രൂപീകരിച്ചത്. അംഗങ്ങൾക്ക് നൽകിയിരുന്ന, അതായത് വിരമിച്ച അംഗങ്ങൾക്ക്, അസുഖമായി ഇരിക്കുന്ന അംഗങ്ങൾക്ക്, പ്രായമായ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൈനീട്ടം പദ്ധതിയും സഞ്ജീവനി പദ്ധതിയും ഒക്കെ മുടങ്ങാതിരിക്കലും പ്രധാന ഒരു കാര്യമായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അഡ്വോക് കമ്മിറ്റി ഇല്ലാതായതോടെ പഴയ കമ്മിറ്റി ചുമതല അഡ്വോക് കമ്മിറ്റി ഇല്ലാതായതും പഴയ കമ്മിറ്റി ചുമതലകൾ വേണ്ടും വിധം നിർവഹിക്കാതിരിക്കുന്നതും കാര്യങ്ങൾ സങ്കീർണമാക്കിയിട്ടുണ്ട്. ചില താരങ്ങൾക്ക്, ചില അവശത അനുഭവിക്കുന്ന കുറേ കലാകാരന്മാർക്ക് വലിയ സഹായമായിരുന്നു കൈനീട്ടം എന്ന പദ്ധതി. സംഘടനയിലെ ചേരിപ്പോരുകളിൽ ഇല്ലാതാവുന്ന അവസ്ഥ വരരുതെന്നും അവർക്ക് പണം യഥാസമയം എല്ലാ മാസവും കിട്ടേണ്ട സാഹചര്യം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്നും ഏവരും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളൊന്നും ഉള്ളതായിട്ട് ഇതേവരെ അറിവില്ല. എന്തായാലും പഴയകാല സിനിമകളുടെ അവസാനം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഒരു വാക്കുണ്ട്, ശുഭം എന്ന്. അങ്ങനെ ശുഭമായി എല്ലാം കലാശിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയെ ഈ അവസരത്തിൽ വഴിയുള്ളൂ. കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മോഹൻലാൽ വളരെ വിഷണ്ണനായിരിക്കുന്ന ഒരു ചിത്രം നാം ടി വിയിലെല്ലാം കണ്ടിരുന്നു. അദ്ദേഹം ഒരു ഡൈലമയിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. ഡൈലമ എന്ന് വെച്ചാൽ ധർമ്മസങ്കടത്തിലിരിക്കുന്നു. എന്താണ് ഡൈലമ? എ ഹാർഡ് ചോയ്സ് ബിറ്റ്വീൻ 2 or more തിങ്സ് ദാറ്റ് ആർ ഈക്വലി ബാഡ് ഓർ അൺവാണ്ടഡ്. എന്ത് ചെയ്യണം എന്നറിയാതെ, ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നറിയാതെ അദ്ദേഹം ഇരിക്കുന്ന ഒരു അവസ്ഥ നാം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാൽ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്താണെന്നറിയില്ല. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ രാമൊരുത്ത് വാര്യർ തൻ്റെ സതീർത്ഥനായ കുചേലിനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് ഉണ്ടായ സങ്കടം അല്ലെങ്കിൽ സന്തോഷ കണ്ണീരാണോ, തന്നെ ഏറെക്കാലം കാണാതിരുന്ന സതീർത്ഥനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ടാണ് അദ്ദേഹം കണ്ണുനീരണിഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ കണ്ട് മനസ്സ് വിഷമിച്ചിട്ടാണോ കണ്ണീരണിഞ്ഞത് നമുക്കറിയില്ല. എന്തായാലും ഈ മോഹൻലാലിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ധർമ്മസങ്കടത്തിലാണ്. അദ്ദേഹത്തെ പോലുള്ളവർ ഇതിലേക്ക് തിരിച്ചു വരികയും ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് സംഘടനയെ ശക്തിപ്പെടുത്തുകയും വേണം എന്ന് നമുക്ക് എന്തായാലും ആശിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സംഘടന അന്യം നിന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ അമ്മ എന്ന പ്രസിദ്ധമായ താരസംഘടന, കേരളത്തിൻ്റെ അഭിമാനമായ താരസംഘടന ഇന്ന് വല്ലാത്ത ഒരവസ്ഥയാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ക്യാച്ച് 22 സിറ്റുവേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. CATCH ക്യാച്ച് 22 സിറ്റുവേഷൻ എന്ന് വിളിക്കാം. എന്താണ് ക്യാച്ച് 22 സിറ്റുവേഷൻ? എ ഹാർഡ് പ്രോബ്ലം വിത്ത് നോ വേ ഔട്ട് ബിക്കോസ് ദ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്. You need to do the first thing to reach the second, but you cannot do the second until you do the first. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ അമ്മയിലെ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിൽ പോലീസ് ഇടപെടലും കോടതി വ്യവഹാരങ്ങളും ഒക്കെയായി ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്കറിയില്ല. എല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിച്ച് നല്ലൊരു തീരുമാനം വരും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് അമ്മ സംഘടനയ്ക്ക് നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ. തീരുമാനങ്ങളൊക്കെ നല്ല തീരുമാനങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും അവരെ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി താമസിയാതെ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.